ഇത് നമ്മളെ വയനാട്ടിൽ പോയ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. കുറേ ലേറ്റായി പോയി ഇടാൻ, ഓരോരോ തിരക്ക് കാരണം അങ്ങനെ ലേറ്റ് ആയതാണ്. അപ്പോൾ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് വഴി കറങ്ങി വരാമെന്ന് വിചാരിച്ച് അങ്ങനെ കാട്ടിലേക്ക് കയറിയതാണ്. കയറിയപ്പോൾ തന്നെ ആനനെ കണ്ട്. സാധാരണ അങ്ങനെ കാണലില്ല, ഇന്നിപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ബോർഡറൊക്കെ കടന്ന് മൈസൂരേക്ക് പോകാമെന്നുള്ള പ്ലാനാക്കി. അപ്പോൾ ഇതാ കർണാടകത്തിലെത്തി നോക്കുമ്പോണ്ട് അവിടെ ഫുള്ള് കൃഷിൻ്റെ ഒരു ടൈമാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് ഉള്ളിക്കൃഷിയാണ് കേട്ടോ. ഇത് ഉള്ളിൻ്റെ ഞാൻ അടുത്ത് പോയി നോക്കിയത്, നല്ല ഭംഗിയുണ്ടപ്പോൾ അടുത്ത് പോയി നോക്കി ഇനി എന്താണെന്ന് അറിയാൻ. അപ്പോഴാണ് ഉള്ളിയാണെന്ന് മനസ്സിലായി. ചെറിയുള്ളിയോ അല്ലെങ്കിൽ വെല്ലുള്ളിയോ ആണ് എന്നാ പറഞ്ഞ പോലെ, ചെറിയുള്ളി അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞിട്ട് ചെറിയുള്ളി അയക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ സൂവിൽ കയറി. മൈസൂരെത്തി ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെ നേരെ സൂവിൽ കയറി. ഞാൻ ഒരു 5-6 കൊല്ലം മുന്നേ സൂവിൽ പോയപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. ഇനി നടന്ന് കുഴങ്ങി. പക്ഷേ മക്കളെ, അന്നത്തെ സൂ അല്ല ഇപ്പോഴത്തെ സൂ. ഇപ്പം ഇതിൽ ഫുള്ളാണ്, ഹൗസ്ഫുള്ളാണ് എന്ന് പറയാം. അതിന് മാത്രമുണ്ട് കാണാൻ. ഒരു 4-5 മണിക്കൂറുണ്ട് മെല്ലെ മെല്ലെ നടന്ന് കാണുകയാണെങ്കിൽ അത്രയും കാണാനുണ്ട്. ഞങ്ങൾ വിചാരിച്ച് കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടേനു, അന്നത്തെ പോലെ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടേനി കയറിനെ. പക്ഷേങ്കിൽ ഇവിടെ പണിയൊക്കെ നടന്ന് പുതിയ സെറ്റപ്പൊക്കെ വരുത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്ക് കഴിഞ്ഞിട്ടോ. ഞങ്ങൾ അവിടെ എത്തുന്ന വരെ അവിടെ മഴ അങ്ങനെ ഒന്നും ഇല്ലേനി നവല് പറഞ്ഞിന്. ഞങ്ങൾ അവിടെ എത്തി നോക്കുമ്പോൾ അവിടെയും മഴ. നമ്മൾ ഇവിടെ നാട്ടിൽ മഴ തുടങ്ങിയ ഒരു സമയത്താണ് കേട്ടോ പോയത്. മഴ സ്റ്റാർട്ട് ചെയ്തൊരു 3 ദിവസമൊക്കെ അടുപ്പിച്ച് മഴ ചെയ്തില്ല, അപ്പോഴാണ് പോയത്. പുലിനെ ഇത്രയും അടുത്ത് കാണാൻ ആദ്യമായിട്ടാണ്. പുലിയാണെങ്കിൽ മനുഷ്യന്മാരെ കണ്ടിട്ടാന്ന് തോന്നുന്നു അവിടെ കിടന്ന് ഭയങ്കര ഷോ കാണിക്കേനി. ഇനി തിന്നാൻ കിട്ടായിട്ടുള്ള ഇതിൽ നടക്കുകയാണോന്നും അറിയില്ല കേട്ടോ. ഇത് അതെന്താ ഇതൊക്കെ ഇതു നമ്മൾ അവിടെ കണ്ടത് എന്താ? അവിടെ അപ്പുറത്ത് കണ്ടിന് എന്താ? ഉറക്ക പറയും. പൂച്ച, പുലിനോള് പൂച്ചാക്കിക്കാൻ. കണ്ടോ? അതാ ഇപ്പൊ പൊട്ടാമസി. എന്താ അതിന്റെ പേര് ട്യൂ പൊട്ടാസ് ഉണ്ട്. ട്യൂ പൊട്ടാമസ്. പുലിയുണ്ട്, സിംഹമുണ്ട്, കടുവണ്ട്, കരടിയുണ്ട്, ഗോറില്ല, അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാത്തിലും ഒന്നും കയറില്ല കേട്ടോ. കാരണം കുറേ കുരങ്ങന്മാരുണ്ട്, പാമ്പുണ്ട്, അതൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. കാരണം അതൊക്കെ നമ്മൾ എവിടുന്നൊക്കെ കാണലുണ്ടല്ലോ. കാണാത്ത മൃഗങ്ങൾ മാത്രം കണ്ട്. കാരണം മഴയും പെയ്യാണ്. മോനാണെങ്കിൽ നടന്നിട്ട് കാലുവേദന ഉണ്ട് പറഞ്ഞിട്ട് ഓന് നിലവിളിക്കലും തുടങ്ങിയാണ്. അപ്പോൾ വേഗം എങ്ങനെയെങ്കിലും ഒന്നിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടിക്കുകയും വേണം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് റൗണ്ട് ചെയ്ത് കാണുകയും വേണം. അത് വിചാരിച്ചിട്ട് ഞങ്ങൾ കാണാത്ത മൃഗങ്ങളെ മാത്രം കണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെറിയ ചെറിയ സൂന്നും ഫാമുകളിൽ നിന്നൊക്കെ കാണലുണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ കയറി എല്ലാവരും ഒരു 3-4 മണിക്കൂറൊക്കെ എടുത്ത് കണ്ട ഈ സൂ നമ്മളൊരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞിട്ടോ. കാരണം അത്രയും നമ്മൾ പ്രധാനപ്പെട്ടതെന്ന് പറയുക എന്താ പറയുക, നമ്മൾ കാണാത്ത ഭാഗങ്ങൾ മാത്രം കവർ ചെയ്ത് പോകുന്നു കേട്ടോ. എല്ലാതും ചുറ്റി നടന്ന് കാണാൻ നിന്നില്ല. കാരണം നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇത് മൊത്തത്തിൽ 3 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉണ്ട്. അതൊക്കെ കൂടി നടന്ന് കാണാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് ഇല്ലാതാവുകയും ചെയ്തു. ഇതാണ് കേട്ടോ അതിൻ്റെ അവസാനം. ജിറാഫ് ആണ് ലാസ്റ്റ്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് വൃന്ദാവനിൽ പോകാനാണ് ഇനി പ്ലാൻ ചെയ്തിന്. പക്ഷെ നടന്ന് കുഴങ്ങിയോണ്ട് നമ്മൾ നിർത്തി. വൃന്ദാവനിൽ പോയി അവിടെ സ്റ്റേ ചെയ്ത് അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസവും കറങ്ങി തിരിച്ചു പോരാന്ന് ഇനി പ്ലാനിങ്. പക്ഷെ നടന്ന് കുഴങ്ങിയോണ്ട് നമ്മളത് പ്ലാൻ അവിടെ നിർത്തി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ചെയ്തത്. 3 കിലോമീറ്ററൊക്കെ നടന്ന് മക്കളെ എടുത്ത് നടന്നിട്ടേ ആകെ പെട്ട്. അതിലേക്ക് മഴയും കൂടി പെയ്ത് നോക്കുമ്പോൾ എന്താ ആർക്ക് കൊടുക്ക? എന്തിനാ?
കൊണ്ടായാലേ